ഏത് വളത്തേക്കാളും 3 ഇരട്ടിയെങ്കിലും റിസൾട്ട് നമ്മുടെ ഈ ജൈവവളം ഉറപ്പ് തരുന്നുണ്ട്. 15ലധികം ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് എല്ലാതരം പ്ലാന്റുകൾക്കും വളരെ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു അത്ഭുത ജൈവവളം തന്നെയാണ് സൂപ്പർ കീമിൽ. വാങ്ങിയവർ വാങ്ങുന്നു മാത്രമല്ല, അവരുടെ റെഫറൻസിലൂടെ എനിക്ക് ഇഷ്ടം പോലെ കസ്റ്റമർ കിട്ടും. നോക്കൂ, ഈ മാവ് നമ്മൾ 8 മാസം മുമ്പ് വെച്ചൊരു മാവാണ്. ഇപ്പൊ ഇത് നോക്കിയാൽ 4 ഇഞ്ച് കടവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 8 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാവിനെ ഇത്ര മാറ്റം വരുത്താൻ കഴിയും? അല്ല, മറ്റ് വളങ്ങളൊന്നും കൂടെ ചെയ്യേണ്ടതില്ല. സൂപ്പർ കീമിൽ കൊടുക്കേണ്ട സൂപ്പർ കീമിൽ മാത്രം. പ്രത്യേകിച്ച് തെങ്ങിന് നമ്മുടെ ജൈവവളം വളരെ റിസൾട്ട്ഫുൾ ആയതുകൊണ്ട് തെങ്ങിനും കവുങ്ങും നല്ലോണം കൊണ്ടുപോകും. നമുക്ക് ഏറെക്കുറെ കേരളത്തിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. മണ്ണുത്തി ടൗണിൽ നിന്ന് ചിറക്കാക്കോട് ഭാഗത്ത്, ചിറക്കാക്കോട് റോഡിൽ 2 കിലോമീറ്റർ മാത്രം ദൂരം സഞ്ചരിച്ചാൽ മെയിൻ റോഡിൽ തന്നെ കാണുന്ന നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്ലാന്റേഷൻസ് എന്ന സ്ഥാപനമാണ് നമ്മുടേത്. ഏത് തരം വിളകൾക്കും അനുയോജ്യമായതും മറ്റേത് വളങ്ങളെക്കാളും മിനിമം 3 ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്നതുമായ ഒരു നല്ല അടിപൊളി ജൈവവളത്തെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. സൂപ്പർ ഗ്രീൻ മീൽ. സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറഞ്ഞ ഈ ഒരു അത്ഭുത ജൈവവളം എല്ലാതരം പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് തെങ്ങിന് ഉപയോഗിക്കാം, മാവിന് ഉപയോഗിക്കാം, കവുങ്ങിന് ഉപയോഗിക്കാം, വാഴയ്ക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എക്സോട്ടിക്കോ അല്ലെങ്കിൽ നോൺ എക്സോട്ടിക്കോ ആയ എല്ലാതരം ഫ്രൂട്ട് പ്ലാന്റുകൾക്കും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ വളരെയധികം റിസൾട്ട്ഫുൾ ആണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, ചേമ്പ്, ചേന തുടങ്ങിയതൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ പന്തലിച്ച് വരും. മറ്റേത് പാവക്ക ആവട്ടെ അല്ലെങ്കിൽ പടവലാവട്ടെ, ഇതിനൊക്കെ വളരെ സ്പെഷ്യൽ ജൈവവളമാണ് നമ്മുടെ സൂപ്പർ കീമിൽ. ഇത്രയും റിസൾട്ട് കിട്ടാനുള്ള കാരണം എന്താണ്? ഇത്രയും റിസൾട്ട് കിട്ടാനുള്ള കാരണം നല്ലൊരു ചോദ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരു മാജിക്കും ചെയ്യുന്നതല്ല. ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് തിരഞ്ഞെടുക്കുന്നു, അതോടൊപ്പം അതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ അത് ചേർക്കുന്നു. നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് നമ്മൾ കടലപ്പിണ്ണാക്ക് കണ്ട് നമ്മൾ വളത്തിൽ ചേർക്കാനെന്ന് പറഞ്ഞിട്ട് ലോക്കൽ കടലപ്പിണ്ണാക്ക് നമ്മൾ ചേർക്കുന്നില്ല. ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല സ്ലൈസ് ആയിട്ടുള്ള വില കൂടിയ പ്രീമിയം കടലപ്പിണ്ണാക്ക് ചേർക്കുന്നു. ആ കടലപ്പിണ്ണാക്ക് തന്നെ നോക്കി നമ്മൾ പൊടിച്ചാണ് ചേർക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പൊടിച്ചതിന് ശേഷം നമ്മൾ സൂപ്പർ കീമിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള എല്ലുപൊടി, അതും തന്നെ വളരെയധികം ക്വാളിറ്റി ഉള്ളതാണ്. കുറച്ച് പൗഡർ ഫോമിനോട് അടുത്തതും കൂടിയാണ്. ഇത്രയും നല്ല എല്ലുപൊടി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ കഴിയില്ല. അതേപോലെ തന്നെ വേപ്പി പിണ്ണാക്ക് നോക്കി നിങ്ങൾ, എന്തൊരു സ്മെല്ല്! ഈ സാധനം ജസ്റ്റ് നിങ്ങൾ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പരമാവധി സോപ്പിട്ട് കഴുകിയാൽ അതിൻ്റെ സ്മെല്ല് പോലെ അത്ര. കാരണം എന്താ, ഇതിൽ 10% ഓയിൽ കണ്ടന്റ് ഉണ്ട്. 1/2% പോലും ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത വേപ്പി പിണ്ണാക്കൊണ്ടാണ് പൊതുവെ പല ആളുകളും വളമുണ്ടാക്കുന്നത്. ഒരു റിസൾട്ടും കിട്ടില്ല. അതേപോലെ തന്നെ ഇത് മരോട്ടി പിണ്ണാക്കാണ്. മരോട്ടി പിണ്ണാക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ വളരെ നല്ലൊരു ജൈവവളത്തിൻ്റെ പിണ്ണാക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം സാധനങ്ങൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്തുകൊണ്ട് എല്ലാതരം വിളകൾക്കും അനുയോജ്യമായ രൂപത്തിൽ സെറ്റ് ചെയ്ത ഒരു അത്ഭുത ജൈവവളം തന്നെയാണ് സൂപ്പർ കീമിൽ. ഏകദേശം എത്രത്തോളം ഇൻഗ്രീഡിയൻസ്? ഇതിൽ 15ലധികം ജൈവവളങ്ങൾ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സീക്രട്ട് ആയതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല. 15ലധികം ജൈവവളങ്ങളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് അടക്കം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 5 മൈക്രോ ന്യൂട്രിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 എണ്ണം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ലോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള കൂട്ടാല എന്ന പ്രദേശത്തേക്കാണ്. ഓക്കെ, ഈ മുളയം കഴിഞ്ഞിട്ടുള്ള കൂട്ടാലയിലേക്ക് നമ്മുടെ തന്നെ അയൽവാസിയായ ഒരു ഭാര്യയും ഭർത്താവും കൃഷി ഓഫീസർമാരായ ആളുകളോട് ആദ്യം നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ അത്ര ഇഷ്ടപ്പെടാതെ പിന്നീട് ഒരിക്കൽ നമ്മുടെ പ്രൊഡക്റ്റ് അവർ കൊണ്ടുപോവുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തപ്പോൾ അവർ വഴി അവരുടെ ആ ഓഫീസറുടെ ആങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ 15 ബാഗ്. അതായത് നമുക്ക് റെഫറൻസ് വഴി നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകൾ റെഫറൻസ് വഴി കിട്ടിയ കസ്റ്റമറാണ്. നമ്മൾ ഉപയോഗിച്ച ആളുകൾ പിന്നെ വാങ്ങുകയും അത് റെക്കമെൻഡ് ചെയ്യും. അതെ, ആദ്യം വാങ്ങുന്നവർ പലപ്പോഴും 1 ബാഗോ 2 ബാഗോ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ നമുക്ക് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ കിട്ടിയവർ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മിനിമം 15ഉം 20ഉം ബാഗൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് തെങ്ങിന് നമ്മുടെ ജൈവവളം വളരെ റിസൾട്ട്ഫുൾ ആയതുകൊണ്ട് തെങ്ങിനും കവുങ്ങും നല്ലോണം കൊണ്ടുപോകുന്നുണ്ട്. 50 കിലോയുടെ 10 ബാഗുകളെങ്കിലും മിനിമം ഓർഡറിലെ എല്ലാവർക്കും നമുക്ക് ഏറെക്കുറെ കേരളത്തിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ പാർസലായിട്ട് അയക്കുകയാണെങ്കിൽ കുറച്ച് ഉള്ള ഏരിയയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മളെ തമിഴ്നാട്ടിലവരൊക്കെ നമുക്ക് പാർസലായിട്ട് അയക്കാൻ സംവിധാനമുണ്ട്. പാർസൽ പക്ഷേ മിനിമം 2 ബാഗെങ്കിലും ഉണ്ടായിരിക്കണം. അത് 50 കിലോയുടെ 2 ബാഗ് 100 കിലോ. നമുക്ക് ഇതിന്റെ വില കാര്യങ്ങൾ കൂട്ടിയിട്ടൊന്നുമില്ലല്ലോ. അല്ല, 100 കിലോ അല്ലല്ല, 100 കിലോ പാർസൽ അയക്കും. പാർസൽ ചാർജ് അടക്കം നിങ്ങൾക്ക് 3500 രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിച്ചാൽ മാത്രം മതി. 10 എടുക്കുകയാണെങ്കിൽ നമുക്ക് 1650 രൂപ വെച്ച് 16500 രൂപ നിങ്ങൾ വീട്ടുപുറത്ത് എത്തുമ്പോഴേ ചാർജ് വരുള്ളൂ. ഇത് നിങ്ങൾ ചാർജ് കൂടുതലാണെന്ന് കരുതി തെറ്റിദ്ധരിക്കേണ്ട. ഇത് അത്രമാത്രം റിസൾട്ട് ഉള്ള വളമാണ്. കാരണം മൈക്രോ ന്യൂട്രിയൻസ് അടക്കം നമ്മൾ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ജൈവ രീതിയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കും ചിലവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഏറ്റവും ക്വാളിറ്റിയിൽ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് വില വരുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത്തരം ആളുകളെ നമുക്ക് നിരാശപ്പെടുത്താൻ ആഗ്രഹമില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് ചുരുക്കം ചില ജില്ലകളിൽ ഫ്രാഞ്ചൈസികളായിട്ടുണ്ട്. ഫ്രാഞ്ചൈസികൾ നിങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയി 10 കിലോ വരെ വാങ്ങാൻ കഴിയും. ഫ്രാഞ്ചൈസികൾ ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നു, കേരളത്തിലെ എല്ലാ
എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് ഒരു ചെറിയ റൂമും 1,00,000 രൂപയും നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. അതേസമയം താലൂക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി വേണമെങ്കിൽ മിനിമം 2 റൂമും അതുപോലെ തന്നെ ഒരു 3 ലക്ഷം രൂപയും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി ആവശ്യമുണ്ടെങ്കിൽ ഒരു 3 റൂമും അതുപോലെ തന്നെ ഒരു 10 ലക്ഷം രൂപയും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാശ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടാകുക, അതുപോലെ നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുക എന്നുള്ളത് തുടക്കത്തിൽ ആവശ്യമുള്ളൂ. മാർക്കറ്റിങ്ങിൽ ഫുള്ള് സപ്പോർട്ട് നമ്മുടേതാവും. അതായത് നിങ്ങളുടെ ബിസിനസ് നമ്മൾ ചെയ്തു തരാം, നിങ്ങൾക്ക് കസ്റ്റമർ ഉണ്ടാക്കി തരാം എന്നുള്ളത് ഫുള്ള് നമ്മുടെ സപ്പോർട്ടായിരിക്കും. അതോടൊപ്പം നിങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഒരു ജൈവവള ബിസിനസ്സുകാരനാക്കി നമുക്ക് മാറ്റിത്തരാൻ കഴിയും. സൂപ്പർ ഗെയിമിൻ്റെ റിസൾട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം തന്നെയാണ് നമ്മൾ സാമ്പിൾ ആയിട്ടെങ്കിലും 2-3 പ്ലാന്റുകളോട് വെച്ചിട്ടുള്ളത്. നോക്കൂ, ഈ മാവ് നമ്മൾ 8 മാസം മുമ്പ് വെച്ചൊരു മാവാണ്. 8 മാസം മുമ്പ് ഇത് വെക്കുമ്പോൾ കേവലം 1.5 ഇഞ്ച് പോലും കടവണ്ണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് നോക്കിയാൽ 4 ഇഞ്ച് കടവണ്ണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 8 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാവിനെ ഇത്ര മാറ്റം വരുത്താൻ കഴിയുമോ? സൂപ്പർ ഗെയിമിനോട് മാത്രമേ കഴിയുള്ളൂ. ഇപ്പം നമ്മളിത് വല്ലാതെ പടർന്ന് പന്തലിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പ്രൂൺ ചെയ്തപ്പോൾ അതിന് ശേഷം പുതിയ സയൻസൊക്കെ വന്ന് ഭംഗിയായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്, അതായത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 8 മാസമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിശ്വാസം തോന്നുമോ? ഇല്ല, കണ്ട ഒരു 2 വർഷം പോലെ ആയതുപോലെ തോന്നും. കാരണം നിറയെ ഫ്രൂട്ടുകളായിട്ടുണ്ട്, അതേപോലെ തന്നെ ഇപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കേവലം 8 മാസം കൊണ്ടാണ് എത്തിച്ചിട്ടുള്ളത്. 8 മാസം മുമ്പ് ഇത് കേവലം ഇത്ര മാത്രം ഒരടി മാത്രം ഉണ്ടായിരുന്ന 2 പ്ലാന്റുകളായിരുന്നു. അപ്പം നമ്മുടെ വളം ഈ രീതിയിലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ എത്ര അളവിൽ കൊടുക്കേണ്ടി വരിക? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് തെങ്ങ്, ജാതി പോലത്തെ ഏകദേശം 5 വർഷം പൂർത്തിയായതും അതിൻ്റെ നമുക്ക് ഈൽഡ് കിട്ടി തുടങ്ങിയതുമാണെങ്കിൽ 10 കിലോ വീതം ഒരേ സമയം കൊടുക്കുന്നതാണ് നല്ലത്. അതെ, പ്രധാനമായും നമ്മൾ മഴക്കാലത്താണ് വളം കൊടുക്കുന്നതെങ്കിൽ നനയുള്ളവർ വേനൽക്കാലത്തും വളം കൊടുക്കേണ്ടതാണ്. 6 മാസം കഴിഞ്ഞ ഉടനെ വളം ആവർത്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏറ്റവും മിനിമം ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും കൊടുത്തിരിക്കണം. പഴയൊരു തെറ്റിദ്ധാരണ ഉണ്ട്, തെങ്ങിനൊക്കെ 2-3 വർഷത്തിൽ ഒരിക്കൽ വളം കൊടുത്താൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. തെങ്ങുകൾക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണോ, നിങ്ങൾ 6 മാസം ഒരിക്കൽ വളം കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നനയില്ലെങ്കിൽ നിങ്ങൾ ഒരു കൊല്ലത്തിൽ ഒരു തവണ കൊടുത്താലും മതിയാവും. അപ്പം ഇത് എക്സ്പെൻസ് കൂടുതലായിട്ട് വരത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സൂപ്പർ ഗ്രീൻ എക്സ്പെൻസ് കൂടുതലായി വരുന്നു തോന്നുന്നത് വളങ്ങളും കൂടെ ചെയ്യുമ്പോൾ അല്ല, മറ്റ് വളങ്ങളൊന്നും കൂടെ ചെയ്യേണ്ടതില്ല. സൂപ്പർ ഗെയിമിൽ കൊടുക്കേണ്ട സൂപ്പർ ഗെയിമിൽ മാത്രം മതി. പിന്നെ നിങ്ങൾ വെള്ളമോ അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന തോലോ അല്ലാത്ത, അതായത് നമ്മൾ ചപ്പോ ചവറോ അല്ലെങ്കിൽ അങ്ങനത്തെ അതല്ലാത്ത മറ്റു വെറുതെ കിട്ടുന്ന നമ്മുടെ സാധാരണഗതിയിലുള്ള അങ്ങനത്തെ ജൈവവളങ്ങൾ കൊടുക്കാം. അതല്ലാത്ത നിങ്ങൾ കാശ് കൊടുത്ത് വേണ്ടി ഒരു ജൈവവളം രാസവളം ടച്ച് ചെയ്യേണ്ട. ടച്ച് ചെയ്യാത്ത സൂപ്പർ ഗെയിമിൽ എല്ലാ ഘടകങ്ങളുണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് വരെ ആഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റിസൾട്ട് ഉറപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ കൊടുക്കുന്നതിന്റെ അളവിൽ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടോ ഇക്കാൻ വിളിച്ചാൽ? പ്രധാനപ്പെട്ട തെങ്ങ് ജാതിക്ക് ഞാൻ പറഞ്ഞു, വാഴക്കും അതിൻ്റെ ഒരു ലൈഫ് പാനിൽ കൊടുക്കേണ്ടത് 3 കിലോ ആണ്, 3 തവണയാണ് കൊടുക്കേണ്ടത് മാത്രം. അതുപോലെ മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ വർഷം പ്രായം നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. പുറമെ ഒരു 3 വർഷം പ്രായമായ ഒരു ഇതേപോലത്തെ ഒരു മാവാണെങ്കിൽ അതിന് 3 കിലോ ആണ് കൊടുക്കേണ്ടത്. അതേപോലെ പോട്ടിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ അളവ് ഒരുമിച്ച് കൊടുക്കാതെ ഓരോ കിലോ വീതം ഓരോ മാസം കൊടുക്കും. പോർട്ടൽ ചെയ്യുന്നവർക്ക് പോർട്ടലും ഗ്രോ ബാഗിലും അതാണല്ലേ. അളവിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തീർച്ചയായും അളവിൽ കൺഫ്യൂഷൻ വരാനുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. പക്ഷേ നിങ്ങൾ ഫോൺ ചെയ്താൽ ഇൻ കേസ് എന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. പലപ്പോഴും ഫോൺ ചെയ്ത എല്ലാ ഫോണും ആൻസർ ചെയ്യാൻ പറ്റാത്ത അത്ര കോൾ നമുക്ക് വരുന്നത് കൊണ്ട് പല കോളുകളും എനിക്ക് മിസ്സായി പോകുന്നുണ്ട്. വാട്സാപ്പിൽ വിട്ടാൽ ഒന്നും നമുക്ക് മിസ്സാകുന്നില്ല. ഓക്കെ, നമ്മുടെ ഈ സൂപ്പർ ഗെയിമിലിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് കൂടെ നമുക്ക് 1-2 ജോലി ചാൻസുകളും കൂടി ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും നമുക്ക് അഗ്രികൾച്ചറിൽ ഏതെങ്കിലും ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അതല്ലെങ്കിൽ ബോട്ടണി പോലത്തെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഗ്രിയോ ഹോൾഡർമാരാണെങ്കിൽ തീർച്ചയായും, അല്ലെങ്കിൽ ഇതിൽ സാധാരണ ഡിഗ്രി ഉള്ളൂ ഇതുമായി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, അതായത് നമുക്ക് പ്ലാന്റേഷനും കൂടെ ഉള്ളതുകൊണ്ട് പ്ലാന്റുകളെക്കുറിച്ചും ജൈവവളത്തെക്കുറിച്ചും നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോലി ചാൻസ് നല്ല ശമ്പളത്തോടു കൂടി തന്നെ നമുക്ക് ജോലി ചാൻസ് തരാൻ പറ്റും. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി എന്നെ ബന്ധപ്പെടുന്നവർ നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ആദ്യം ഫോർ ജോബ് എൻക്വയറി എന്ന് ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ CV എനിക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്കാടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണുന്നവരെ.